ഹായ് മക്കളെ, ഇന്ന് പഠിക്കുന്നത് മാത്സിൻ്റെ ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസറുമാണ് കേട്ടോ. എൻ്റെ കുട്ടികൾ 4ാം ക്ലാസ് കഴിയാണല്ലേ. ഇനിയും ഉയർന്ന ക്ലാസ്സുകളിൽ ഇതുപോലെ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നൽകുക. അതായത് ദിനാചരണ ക്വിസ് വീഡിയോസ് നൽകും. മക്കളെല്ലാവരും ക്വിസിന് പങ്കെടുക്കുക, നന്നായിട്ട് പഠിക്കുക. GK PDF-ഉം അതുപോലെ പത്ര കട്ടിങ്സൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട. തുടർന്നുള്ള ക്ലാസ് ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പ്രവർത്തനം 1, ചിത്രപ്പട്ടിക. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. ഒരു ചിത്രം 6 എണ്ണത്തെ സൂചിപ്പിക്കുന്നു. തന്നിട്ടുള്ളത് ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, വോളിബോൾ. ഫുട്ബോളിൽ 24 കുട്ടികൾ എണ്ണം നൽകിയിട്ടുണ്ട് അല്ലേ. ഇനി 4 ബോളുകൾ നൽകിയിട്ടുണ്ട്. ഒരു ബോൾ 6, അങ്ങനെ 4 6 നൽകിയിട്ടുണ്ട്. 6 ഗുണിക്കണം 4 സമം 24. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുള്ളത് എ, പട്ടികയിലെ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക. ക്രിക്കറ്റിൽ എത്ര കുട്ടികളാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഒരു ബാറ്റ് 6, അതിന് 3 ബാറ്റ് ഉണ്ട്. 6 ഗുണിക്കണം 3 സമം 18. ആൻസർ 18 കുട്ടികൾ. ബാഡ്മിൻ്റൺ ഇവിടെ 2 എണ്ണം നൽകിയിട്ടുണ്ട് അല്ലേ. 2 ഗുണിക്കണം 6 സമം 12. ആൻസർ 12. വോളിബോൾ 5 ബോളാണ് നൽകിയിട്ടുള്ളത്. 5 ഗുണിക്കണം 6 ആൻസർ 30 കുട്ടികൾ. ഈ ക്വസ്റ്റ്യന് ക്രിക്കറ്റ് ഇഷ്ടപ്പെട്ട കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത്? ക്രിക്കറ്റ് കുട്ടികളെയും വോളിബോൾ കുട്ടികളെയും കുറക്കുക അല്ലേ. 30 - 18 സമം 12 കിട്ടും. സി, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക. ഫുട്ബോൾ, വോളിബോൾ എന്നിവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണ്. അത് തെറ്റാണല്ലേ. ബി, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. തെറ്റാണ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 18, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ 24 ആണ് അല്ലേ. ഏറ്റവും കുറവ് എണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റാണ്. അത് തെറ്റാണല്ലേ. ക്രിക്കറ്റ് 18 കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഡി, ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ ആണ്. ശരിയാണ്. 30 കുട്ടികളാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത് അല്ലേ. ആൻസർ ഡി ആണ്. പ്രവർത്തനം 2, പാക്കറ്റുകളാക്കാം. പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം നോക്കൂ. അവരുടെ പേരുകളും എണ്ണം നൽകിയിട്ടുണ്ട്. റീന 160 എണ്ണം, അമൽ 171 എണ്ണം, ഫാത്തിമ 138, റീജ 131. SS ക്ലാസ്സുകളിൽ പറയുന്നത് പോലെ തന്നെയാണ് പറയുന്നത്. നന്നായിട്ട് ചോദ്യം മനസ്സിലാക്കി വായിക്കണം കേട്ടോ. ഇവിടെ എ ക്വസ്റ്റ്യന് ആകെ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം എത്ര? ഇത് മൊത്തം ടോട്ടൽ ചെയ്യണം അല്ലേ, മൊത്തം കൂട്ടണം. ആൻസർ 600 കിട്ടും. ഇനി ബി ക്വസ്റ്റ്യന് റീന നിർമ്മിച്ച ചന്ദനത്തിരി 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി. ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? 160 ഹരിക്കണം 20. ഞാനിവിടെ കോളത്തിലല്ല കേട്ടോ ഹരിക്കണത്. LSS ചെയ്ത പോലെ 160/20 ചെയ്യാം. എത്ര 0 ഉണ്ട് അതിനനുസരിച്ച് മേലുള്ള 0 വെട്ടണം. താഴെ ഒരു 0 ഉണ്ട്, മേലത്തെ ഒരു 0 വെട്ടുക. സമം 16/2 കിട്ടും. 16ൽ 2 എത്ര പ്രാവശ്യം പോകും? 8 പ്രാവശ്യം. ആൻസർ 8. സി, ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുടെ വില 20 രൂപയാണ്. 30 പാക്കറ്റ് വിറ്റു. എത്ര രൂപ കിട്ടി? 20 ഗുണിക്കണം 30 സമം 600. 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര ചന്ദനത്തിരികൾ കൂടി വേണം? ഫാത്തിമയുടെ ആകെ ചന്ദനത്തിരി 138 എണ്ണമാണ് അല്ലേ. 7 പാക്കറ്റുകളാണ്. ഒരു പാക്കറ്റിൽ 20 എണ്ണമാണ്. അപ്പോൾ നമുക്ക് 7 ഗുണിക്കണം 20 ചെയ്യാം. ആൻസർ 140 കിട്ടും. ഫാത്തിമയുടെ ആകെ ചന്ദനത്തിരിയുടെ എണ്ണം 138 ആണ്. എത്ര എണ്ണം വേണം? 140 കുറക്കണം 138 സമം 2. ആൻസർ 2 ചന്ദനത്തിരികൾ കൂടി വേണം അല്ലേ. ഈ ക്വസ്റ്റ്യന് 8 ഗുണിക്കണം 20 സമം 160 ആണ്. 9 ഗുണിക്കണം 20 തുല്യമായതിന് ടിക്കിടുക. 160നോട് 1 കൂട്ടിയത്. ബി, 160നോട് 9 തവണ 20 കൂട്ടിയത്. 160നോട് 1 തവണ 20 കൂട്ടിയത്. ഡി, 160നോട് 8 തവണ 20 കൂട്ടിയത്. ആൻസർ സി ആണ്. 160നോട് 1 തവണ 20 കൂട്ടിയത്. പ്രവർത്തനം 3, വാർഷികാഘോഷം.
ആലവയൽ LP സ്കൂളിലെ വാർഷികാഘോഷത്തിന് ചെലവായ തുക താഴെ തന്നിരിക്കുന്നു. ഭക്ഷണം 7480, ലൈറ്റ് ആൻഡ് സൗണ്ട് 8500, സമ്മാനം 2000. ക്വസ്റ്റ്യന് വാർഷികാഘോഷത്തിന് ഏറ്റവും കൂടുതൽ ചെലവായത് ഏത് ഇനത്തിനാണ്? ആൻസർ ലൈറ്റ് ആൻഡ് സൗണ്ട്. തുക എത്രയാണ്? 8500 അല്ലേ. ഇതിൽ ബി, ഭക്ഷണത്തിന് ചിലവായതിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചിലവായി? ഇത് രണ്ടും കുറക്കുക അല്ലേ, മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 1020. ഈ ക്വസ്റ്റ്യന് വാർഷികത്തിന് ആകെ എത്ര രൂപ ചിലവായി? ചിലവായ മൊത്തം തുക കൂട്ടുക. 7480 പ്ലസ് 8500 പ്ലസ് സമ്മാനത്തുക 2000. ആൻസർ എത്ര കിട്ടും? 17980 രൂപ. സമ്മാനത്തിന് ചിലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായി തന്നു. ഒരാൾ എത്ര രൂപ തന്നു? സമ്മാനത്തുക 2000. 4 പൂർവ്വ വിദ്യാർത്ഥികൾ തന്നിട്ടുള്ളത് 2000 ഹരിക്കണം 4. 2 2ൽ 4 പോകില്ല അല്ലേ. 20ൽ എത്ര 4 ഉണ്ട്? 20ൽ 5 4 ഉണ്ട്. 4 20. ബാക്കി 2 0 ഉണ്ട്, അതിൽ 5ലേക്ക് ചേർത്ത് എഴുതുക. 500 കിട്ടും. ഈ വിദ്യാർത്ഥി എടുത്തത് 500 രൂപ. ഈ ക്വസ്റ്റ്യന് നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും ചുവടെ തന്നിരിക്കുന്നു. 1 2000 രൂപ. സി ആണ് 100ൻ്റെ 20 നോട്ടുകൾ. 2 3000 രൂപ. ആൻസർ ഡി ആണ് 500ൻ്റെ 6 നോട്ടുകൾ. 3 4000 രൂപ. എ 500ൻ്റെ 8 നോട്ടുകൾ. 4 1000 രൂപ. ആൻസർ ബി 100ൻ്റെ 10 നോട്ടുകൾ. ഡി 1 സി 2 ഡി 3 എ 4 ബി. പ്രവർത്തനം 4 എ, ഉൽപ്പന്ന ശേഖരണം. ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ഉൽപ്പന്ന ശേഖരത്തിൽ കിട്ടിയ സാധനങ്ങളുടെ വിവരം താഴെ തന്നിരിക്കുന്നു. 3 കിൻഡൽ 25 കിലോഗ്രാം, തേങ്ങ 1 കിൻഡൽ 70 കിലോഗ്രാം, ചേന 1 കിൻഡൽ 10 കിലോഗ്രാം, നേന്ത്രക്കായ 1 കിൻഡൽ 8 കിലോഗ്രാം. ക്വസ്റ്റ്യന് നേന്ത്രക്കായയുടെ തൂക്കം കിലോഗ്രാമിൽ എഴുതുക. 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. 100 പ്ലസ് 8 108 കിലോഗ്രാം. കലോത്സവത്തിൽ 1-ാം ദിവസം 1 കിൻഡൽ 50 കിലോഗ്രാം അരി ഉപയോഗിച്ചു. ബാക്കിയുള്ള അരിയുടെ തൂക്കം എഴുതുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള തൂക്കങ്ങൾ കിലോഗ്രാമിലേക്ക് മാറ്റണം. 3 കിൻഡൽ 25 കിലോഗ്രാം എന്നത് 325 കിലോഗ്രാം മൈനസ് 150 കിലോഗ്രാം. ഇത് കുറച്ചാൽ 175 കിലോഗ്രാം കിട്ടും. ആൻസർ 175 കിലോഗ്രാം ആണ്. നമുക്ക് കിൻഡലിലാക്കി എഴുതാം. 1 കിൻഡൽ 75 കിലോഗ്രാം. സി, ചേനയുടെ തൂക്കത്തെക്കാളും എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കം? 170 മൈനസ് 110. 170 എന്താണ്? 1 കിൻഡൽ 70 കിലോഗ്രാം ആണ്. 110 എന്നത് 1 കിൻഡൽ 10 കിലോഗ്രാം. ആൻസർ 60 കിലോഗ്രാം. ഡി, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക. ആൻസർ ബി ആണ് 1 ടൺ 1000 കിലോഗ്രാം. പ്രവർത്തനം 4 ബി, പാൽ കണക്ക്. സൊസൈറ്റിയിൽ 5 ദിവസം ശേഖരിച്ച പാലിൻ്റെ അളവ് താഴെ തന്നിരിക്കുന്നു. ഇവിടെ കോളത്തിൽ ദിവസവും പാലിൻ്റെ കണക്കും തന്നിട്ടുണ്ട്. അതിൽ എ ചോദ്യം, ഏറ്റവും കൂടുതൽ പാൽ ശേഖരിച്ചത് ഏത് ദിവസമാണ്? ആൻസർ തിങ്കളാഴ്ച 301 ലിറ്റർ 100 മില്ലി ലിറ്റർ. ബി, വ്യാഴാഴ്ചത്തേക്കാൾ എത്ര കൂടുതൽ പാൽ ബുധനാഴ്ച ശേഖരിച്ചു? 2 ദിവസങ്ങളിലും ശേഖരിച്ച പാൽ കുറച്ചാൽ മതി അല്ലേ. 300 ലിറ്റർ 800 മില്ലി ലിറ്റർ മൈനസ് 294 ലിറ്റർ 500 മില്ലി ലിറ്റർ. 6 ലിറ്റർ 300 മില്ലി ലിറ്റർ. ഞായറാഴ്ച ശേഖരിച്ചതിൽ നിന്നും 64 ലിറ്റർ പാൽ വിറ്റു. ബാക്കി പാലിൻ്റെ അളവ് എത്ര? ഞായറാഴ്ച ശേഖരിച്ച പാൽ 285 ലിറ്റർ 300 മില്ലി ലിറ്റർ ആണ്. കുറക്കണം 64 ലിറ്റർ. ആൻസർ 221 ലിറ്റർ 300 മില്ലി ലിറ്റർ. ക്വസ്റ്റ്യന്, വെള്ളിയാഴ്ച ശേഖരിച്ച പാൽ 40 ലിറ്ററിൻ്റെ 8 പാത്രത്തിൽ നിറയെ ഉണ്ടായിരുന്നു. ആകെ പാലിൻ്റെ അളവ് എത്ര? പാത്രത്തിൽ 40 ലിറ്ററാണ്. അങ്ങനെ 8 പാത്രങ്ങളിലാണ് തന്നിട്ടുള്ളത്. 40 ഗുണിക്കണം 8. ആൻസർ 320 ലിറ്റർ. ഈ ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് ടിക്കിടുക. ഓപ്ഷൻ ഒന്ന് വായിക്കാം. 1 ലിറ്റർ 10 മില്ലി ലിറ്റർ, അത് ശരിയല്ല. ബി,
1 ലിറ്റർ 100 മില്ലി ലിറ്റർ, അതും ശരിയല്ല. സി 1 ലിറ്റർ 1000 മില്ലി ലിറ്റർ, സി ആണ് ശരി. 1 ലിറ്റർ എന്നാൽ 1000 മില്ലി ലിറ്ററാണ്. പ്രവർത്തനം 5-ൽ 5 എ ബി എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നിന് ഉത്തരം എഴുതിയാൽ മതി. നമുക്ക് രണ്ടും ആൻസർ ചെയ്യാം കേട്ടോ. നമുക്ക് രണ്ടും ചെയ്യാം. മക്കൾക്ക് ഏതാണ് സിമ്പിൾ തോന്നുന്നത് ചെയ്ത് നോക്കണം കേട്ടോ. ഋതികയുടെ വീട്ടിൽ നിന്നും വിവിധ പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. പൊതുസ്ഥാപനം നൽകിയിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസ്. പഞ്ചായത്ത് ഓഫീസിൻ്റെ മീറ്ററിലുള്ള ദൂരം 2400 മീറ്റർ. അത് കിലോമീറ്ററിലും മീറ്ററിലും ആക്കിയാൽ 2 കിലോമീറ്റർ 400 മീറ്റർ. സ്കൂളിലെ ദൂരം മീറ്ററിൽ തന്നിട്ടില്ല, കിലോമീറ്റർ നൽകിയിട്ടുണ്ട്. 2 കിലോമീറ്റർ 200 മീറ്റർ. ഇവിടെ എൻ്റെ മക്കൾ ഓർത്ത് വെക്കേണ്ടത് 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്ററാണ്. ഇവിടെ 2 കിലോമീറ്റർ തന്നിട്ടുള്ളത്, അത് 2000 എന്ന് എഴുതാം. 2000 200 2200 മീറ്റർ എന്ന് എഴുതാം. നെക്സ്റ്റ് പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ്റെ ദൂരം മീറ്റർ നൽകിയിട്ടുള്ളത് 7300 മീറ്ററാണ്. 7000 മീറ്റർ എന്നാൽ 7 കിലോമീറ്റർ 300 മീറ്റർ. നെക്സ്റ്റ് ആശുപത്രി. ആശുപത്രിയുടെ ദൂരം മീറ്ററിൽ നൽകിയിട്ടില്ല, കിലോമീറ്ററിലാണ് നൽകിയിട്ടുള്ളത്. 5 കിലോമീറ്റർ 500 മീറ്റർ. ഇത് മീറ്ററിലേക്ക് മാറ്റിയാൽ 5000 + 500 5500 മീറ്റർ. ചോദ്യം നമ്മൾ ചെയ്തു. ഇനി ബി. ഋതിക് സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? സ്കൂളിലേക്കുള്ള ദൂരം 2 കിലോമീറ്റർ 200 മീറ്ററാണ്. അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തിയതും 2 കിലോമീറ്റർ 200 മീറ്ററാണ്. ഇത് പ്ലസ് ചെയ്യുക. ആൻസർ 4 കിലോമീറ്റർ 400 മീറ്ററാണ്. ഇനി അതിൽ സി ക്വസ്റ്റ്യന് ചുവടെ തന്നവയിൽ ശരിയായതിന് ടിക്കിടുക. ഋതികയുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം പഞ്ചായത്ത് ഓഫീസാണ്. അത് ശരിയല്ല. ബി. ഋതികയുടെ വീട്ടിൽ നിന്നും ഏറ്റവും അകലെയുള്ള പൊതുസ്ഥാപനം ആശുപത്രിയാണ്. ശരിയല്ല. ആശുപത്രി 5 കിലോമീറ്റർ അകലെയാണുള്ളത്. സി. ഋതികയുടെ വീട്ടിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒരേ ദൂരമാണ്. അതും ശരിയല്ല. ഡി. ഋതികയുടെ വീടിൻ്റെ അടുത്തുള്ള പൊതുസ്ഥാപനം സ്കൂളാണ്. ശരിയാണ്. സ്കൂളിലേക്ക് 2 കിലോമീറ്ററും 200 മീറ്ററേ ഉള്ളൂ അല്ലേ? ആൻസർ ഡി ആണ്. പ്രവർത്തനം 5B കൈവരി നിർമ്മാണം. കാറ്റാടിക്കവല മുതൽ ചട്ടിവയൽ വരെ പുതുതായി നിർമ്മിച്ച റോഡിന് കൈവരി പണിയുകയാണ്. ഒന്നാം ദിവസം 2 കിലോമീറ്റർ 300 മീറ്റർ കൈവരി ഉണ്ടാക്കി. രണ്ടാം ദിവസം 2 കിലോമീറ്റർ 200 മീറ്റർ കൈവരി ഉണ്ടാക്കി. ഇതിൽ എ ക്വസ്റ്റ്യന് ഒന്നാം ദിവസം നിർമ്മിച്ച കൈവരിയുടെ നീളം എത്ര മീറ്ററാണ്? ഇത് മീറ്ററിലേക്ക് മാറ്റി എഴുതണം അല്ലേ? 2 കിലോമീറ്റർ എന്നാൽ 2000. 2000 + 300 2300. ആൻസർ 2300 മീറ്റർ. ബി. ആദ്യ 2 ദിവസങ്ങളിൽ നിർമ്മിച്ച കൈവരിയുടെ ആകെ നീളം എത്രയാണ്? ഇവിടെ തന്നിട്ടുള്ള 2 ദിവസങ്ങളും പ്ലസ് ചെയ്താൽ മതി. 2 കിലോമീറ്റർ 300 മീറ്റർ + 2 കിലോമീറ്റർ 200 മീറ്റർ. ആൻസർ 4 കിലോമീറ്റർ 500 മീറ്റർ. അല്ലെങ്കിൽ ഇതിനെ മീറ്ററിലാക്കി എഴുതാം. 4500 മീറ്റർ അങ്ങനെ എഴുതാം കേട്ടോ. ഈ ക്വസ്റ്റ്യന് 7 കിലോമീറ്റർ കൈവരി നിർമ്മിക്കാനാണ് തീരുമാനിച്ചത്. ഇനി നിർമ്മിക്കാനുള്ള കൈവരിയുടെ നീളം എത്രയാണ്? നമ്മൾ 7 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ 500 മീറ്റർ കുറക്കണം. അപ്പോൾ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം മീറ്ററിലേക്ക് മാറ്റണം കേട്ടോ. ഏറ്റവും ചെറിയ അളവ് മീറ്ററാണ്. എല്ലാം മീറ്ററിലേക്ക് മാറ്റിയിട്ട് വേണം കുറക്കാൻ. 7 കിലോമീറ്റർ എന്നാൽ 7000 മീറ്റർ. 7000 - 4500. ആൻസർ 2500 കിട്ടും. മക്കൾക്ക് കടർത്ത് കുറക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ, പറഞ്ഞു തരാം. 2 കിലോമീറ്റർ 500 മീറ്റർ. നെക്സ്റ്റ് ഡി. 7 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതുക. ആൻസർ 7000 മീറ്റർ. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യന് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്കിടുക. 1 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ. 2 1 മീറ്റർ 1000 സെൻറ്റിമീറ്റർ. 3 1 കിലോമീറ്റർ 1000 മീറ്റർ. 4 1 കിലോമീറ്റർ 10000 മീറ്റർ. 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ സി ആണ്. 1 മീറ്റർ എന്നാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്നാൽ 1000 മീറ്റർ ആണ്. മക്കളെ, കിലോമീറ്റർ, മീറ്റർ, സെൻറ്റിമീറ്റർ, അതുപോലെ ലിറ്റർ, കിൻഡൽ, ടണ്ണ്, അതൊക്കെ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. മക്കൾക്ക് ഉയർന്ന ക്ലാസ്സിലൊക്കെ ഉപകാരപ്പെടും. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.